നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ധരിപ്പിച്ച് മെറ്റൽ ഇൻഡസ്ട്രീസ് നേതൃത്വത്തിലുള്ള സംഘം. അത്യാധുനിക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. 2028 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയുടെ മുഖച്ഛായ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെച്ച് കമ്പനി അധികൃതർ. നിലവിലെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി മെറ്റൽ ഇൻഡസ്ട്രീസ് INUEC യൂണിയൻ പ്രസിഡന്റ് TH ഫിറോസ് ബാബു. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂൺ 6-ന് പാലക്കാട്. CPM-ലെയും CPI-ലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിച്ചില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി. CPM-ന്റെ നേതൃത്വത്തിന്റെ തെറ്റായതും ധിക്കാരപരവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMF-ന് CPM അനുഭാവികളിൽ നിന്നുൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ബസ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ എറണാകുളം പള്ളുരുത്തി സ്വദേശി ജോർജ് ജോസഫാണ് മരിച്ചത്. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പോക്കുപടി മാട്ടുമ്മൽ താഴത്തേതിൽ 55 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. ഉസ്മാനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ തൊഴിലാളി നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KSKTU പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കൊളപ്പള്ളി മുതൽ SMB ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം. കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നതായി പരാതി. തകർച്ച നേരിട്ട് 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള P മമ്മിക്കുട്ടി MLA-യുടെ ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. മങ്കര കാളികാവ് കോട്ടായി റെയിൽവേ ഗേജിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹന യാത്രക്കാർ ദുരിതത്തിൽ. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചെളിക്കുളമായത്. പ്രദേശത്ത് ഇരുചക്ര വാഹന യാത്രക്കാരുടെ യാത്ര സാഹസികതയോടെ. ഒറ്റപ്പാലം വരോട് ബസ് സ്റ്റോപ്പിനോട് അടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണവും അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ച് കാടുമൂടിക്കിടക്കുന്നതായി പരാതി. നിരവധി വാഹനങ്ങൾ വഴിമുടക്കി കിടക്കുന്നതായും വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ താവളമായെന്നും ആക്ഷേപം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സെക്രട്ടറി തീർത്തും UDF-മായി ചേർന്ന രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDF-ന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് DYFI. വാർത്തകൾ വിശദമായി. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും കണ്ടു. നിലവിലുള്ള പ്രതിസന്ധിയെക്കുറിച്ച് സംഘം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അത്യാധുനിക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. നിലവിലെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രിയും മറുപടി നൽകി. ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് കമ്പനി നിലവിൽ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രി VD സതീശിനെയും വ്യവസായ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ധരിപ്പിച്ചത്. അത്യാധുനിക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ടും സംഘം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. 2028 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയുടെ മുഖച്ഛായ മാറ്റുവാനുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കണ്ടെയ്നർ നിർമ്മാണം, ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് സെന്റർ, ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് നിർമ്മിക്കുവാനുള്ള സൗകര്യമൊരുക്കൽ എന്നിവയാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പ്രൊജക്റ്റ് പഠിച്ചതിന് ശേഷം കമ്പനിയെ സഹായിക്കാനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും സംഘത്തിന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉറപ്പു നൽകിയതായി മെറ്റൽ ഇൻഡസ്ട്രീസ് INUEC യൂണിയൻ പ്രസിഡന്റ് TH ഫിറോസ് ബാബു പറഞ്ഞു. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ പ്രതിസന്ധികളെ കുറിച്ച് മുഖ്യമന്ത്രിയുമായി വ്യവസായ മന്ത്രിയുമായി ഇന്നലെ ചർച്ച ചെയ്തു. നിലവിൽ കമ്പനി നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 10 വർഷക്കാലം അവിടുത്തെ തൊഴിലാളികളുടെ വേതന വർധനവ്, അതുപോലെ തന്നെ കമ്പനിയിലെ പുതിയ അത്യാധുനിക രീതിയിലുള്ള പദ്ധതികൾ വന്നാൽ മാത്രമാണ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഗവൺമെന്റ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മെറ്റൽ ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. TH ഫിറോസ് ബാബു മെറ്റൽ ഇൻഡസ്ട്രീസ് കമ്പനി MD
എസ് ഹരികുമാർ, കമ്പനി മാനേജർ എം സജിത് കുമാർ, തൊഴിലാളി പ്രതിനിധി ഇ ബാലൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPI നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂലൈ 6 പാലക്കാട് നടക്കും. CPM-ലെയും CPI-ലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിക്കില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി പറഞ്ഞു. CPM-ന്റെ നേതൃത്വത്തിന്റെ തെറ്റായതും ധിക്കാരപരവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMF-ന് CPM അനുഭാവികളിൽ നിന്ന് ഉൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM-നോട് അസംതൃപ്തിയുള്ള മുൻനിര നേതാക്കളും പ്രവർത്തകരും DMF-ലേക്ക് എത്തും. ഇത്തരക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. തെറ്റുതിരുത്തലുകളല്ല, തെറ്റുകളെ ശരിവെക്കാനുള്ള നടപടികളാണ് CPM-ൽ നടക്കുന്നത്. UDF-നകത്താണെങ്കിലും DMF UDF-മായി സഹകരിക്കും. ജൂലൈ 6 നടക്കുന്ന നയപ്രഖ്യാപനത്തോടെ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. കൺവെൻഷൻ ഗതാഗത മന്ത്രിയും CMP നേതാവുമായ CP ജോൺ, CPM വിമതനായി നിന്ന് മത്സരിച്ച് ജയിച്ച PK ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. CPM-മായ ലയനം അടഞ്ഞ അധ്യായമല്ലെന്നും PK ശശി പറഞ്ഞു. കേരളത്തിലെ റിയൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രസ്ഥാനമായി ഞങ്ങൾക്ക് മാറാൻ സാധിക്കും. ആ കോൺഫിഡൻസിലാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ നയപ്രഖ്യാപനം അതിലിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ലയനം ലയിക്കില്ലേ എന്നൊന്നും ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒന്നുകൂടി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും. ഞങ്ങൾ ഒരു റിസൊല്യൂഷൻ അവതരിപ്പിച്ച് ഞങ്ങളുടെ തീരുമാനം അതാണ് ഞങ്ങളുടെ നയപ്രഖ്യാപനം. ഞങ്ങളിപ്പോൾ ടീം UDF-ൻ്റെ ഭാഗമാണ്. ആ UDF-നകത്തെ യോജിപ്പിന് അതിലെ പാർട്ടികളുമായി ഒരു തർക്കത്തിലേക്കും പോകാൻ ഞങ്ങളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടീം UDF ആണെങ്കിലും ഞങ്ങളിപ്പോൾ UDF-നകത്തില്ലല്ലോ. അതില്ല, UDF-നകത്ത് ഞങ്ങളില്ല. നാളെ ഇപ്പോൾ ഞങ്ങൾ UDF-നകത്ത് ഉണ്ടാകുമല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നയം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് പറയാൻ പറ്റൂ. പാർട്ടിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും. DMF-ന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കുന്നവരുമായി ചേർന്ന് പ്രവർത്തിക്കും. കൂട്ടായ്മ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. യഥാർത്ഥ ഇടതുപക്ഷമായി മാറുക എന്നതാണ് നയം. കേരളത്തിൽ തുടർഭരണം ലഭിച്ചതോടെ എല്ലാവരും രാജാക്കന്മാരായി. സ്ഥാനമാനങ്ങൾ പാർട്ടിയെ വളർത്താനല്ല, സ്വന്തം സാമ്പത്തിക നേട്ടത്തിനും പാർട്ടിയുടെ തകർച്ചയിലേക്കുമാണ് ചിലർ ഉപയോഗിച്ചത്. കമ്മ്യൂണിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഭരണത്തിന്റെ മറവിൽ ചെയ്തത്. ഇത് CPM-ന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നും ഇരുവരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. കുളപ്പുള്ളിയിൽ ഡിപ്പോ ആരംഭിക്കണമെന്ന് ഷൊർണൂർ MLA P മമ്മിക്കുട്ടി നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ മറുപടി. 2.5 ഏക്കർ സ്ഥലവും സൗകര്യങ്ങളും നൽകിയാൽ കുളപ്പുള്ളിയിൽ KSRTC ഡിപ്പോ ആരംഭിക്കാമെന്നാണ് മന്ത്രി CP ജോൺ മറുപടി നൽകിയിരിക്കുന്നത്. P മമ്മിക്കുട്ടി MLA സബ്മിഷനിലൂടെ ഉന്നയിച്ച ആവശ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. പാലക്കാട്, ഗുരുവായൂർ, തിരുവനന്തപുരം വഴിക്കടവ്, എറണാകുളം പെരിന്തൽമണ്ണ, സുൽത്താൻ ബത്തേരി, കൊച്ചി വിമാനത്താവളം, തൃശൂർ പെരിന്തൽമണ്ണ, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം ഷൊർണൂർ കുളപ്പുള്ളി വഴി KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകൾക്ക് തകരാർ സംഭവിച്ചാൽ പൊന്നാനിയിൽ നിന്നോ പാലക്കാട് നിന്നോ വാഹനങ്ങൾ എത്തേണ്ട അവസ്ഥയാണ്. ഇത് പരിഹരിക്കാനുൾപ്പെടെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് ഉപയോഗപ്പെടുത്തിയാൽ ഗുണകരമാകും. ഇതോടൊപ്പം ഷൊർണൂർ വഴി കടന്നുപോകുന്ന KSRTC ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കയറിപ്പോകാനുള്ള നിർദ്ദേശം നൽകുമെന്നും മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകൾ ഷൊർണൂർ മണ്ഡലത്തിൽ കുറവാണെന്ന കാര്യവും നിയമസഭയിൽ P മമ്മിക്കുട്ടി MLA ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വരോട് മരപ്പാലം ബസ് സ്റ്റോപ്പിനടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണ പ്രവൃത്തികളും അശാസ്ത്രീയമെന്ന് നാട്ടുകാരുടെ പരാതി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഉയരം കൂട്ടുകയും ഡ്രൈനേജ് നിർമ്മിക്കുകയും ചെയ്തതിനാൽ അനങ്ങൻമലയുടെ 4 മൈൽ മുതൽ നേരങ്കൻപാറ വരെയുള്ള മലവെള്ളവും അത്താണി മുതൽ മരപ്പാലം വരെയുള്ള മഴവെള്ളവും ഒഴുകിയെത്തുന്ന മരപ്പാലം കൽവട്ടിലേക്ക് വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജിലെ അസൗകര്യം, കൃഷിസ്ഥലത്ത് നിന്ന് ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന കൽബട്ടിൻ്റെ കുറവും, കൃഷിസ്ഥലത്തേക്കാൾ ഉയരത്തിൽ ഡ്രൈനേജ് നിർമ്മിച്ചതിനാൽ കാലവർഷം ഒന്നുകൂടി ശക്തിപ്പെട്ടാൽ അത്താണി മുതൽ മരപ്പാലം വരെയുള്ള പ്രദേശവും പൂർണ്ണമായും വെള്ളത്തിനടിയാകുകയും പരിസരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയും കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറുകളിൽ മലിനജലം കലരുകയും പ്രദേശത്ത് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി പോലുള്ള മാരകരോഗങ്ങൾ പടരാൻ കാരണമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ സമർപ്പിച്ച പരാതിയിൽ ആവശ്യപ്പെട്ടു. മലവെള്ളം വന്ന സമയത്ത് ഈ തോട് നിറഞ്ഞിട്ട് എനിക്ക് ഓവർഫ്ലോ ആവുകയും ഈ വെള്ളം
ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യക്കുറവ് ഈ പ്രദേശത്തുണ്ട്. അത് കാരണം കുടിവെള്ളത്തിലേക്കും വീടുകളിലേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനെ ഒഴുക്കിവിടാനുള്ളൊരു സൗകര്യം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കാളികാവ് കോട്ടായി റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിലായി. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചെളിക്കുളമായത്. ഇരുചക്ര വാഹനയാത്രക്കാർ സാഹസികതയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. മുട്ടോളം ചെളി നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുമായി. ചെളിയിൽ വീഴാതെ കടന്നു പോകണമെങ്കിൽ സർക്കസ് പരിശീലനം ഉള്ളവരായിരിക്കണം. അത്രയ്ക്ക് ദുരിതത്തിലാണ് ഈ വഴിയാത്ര. 100 മീറ്റർ ദൂരം ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. റെയിൽവേ മേൽപ്പാലം പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനയാത്ര ഭാഗികമാണെങ്കിലും ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കോറി വേസ്റ്റ് എങ്കിലും ഇട്ട് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നിരവധി യാത്രക്കാർ ചെളിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊളപ്പള്ളി മുതൽ SMB വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമരം എന്നുള്ള നാടകമാണ് അന്ന് ഈ കേരളത്തിൽ നടന്നു എന്നത് ഒഴിച്ചാൽ ഈ കേരളത്തിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നില്ല. എല്ലാവരെയും മാന്യമായിട്ട് പരിഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പൊ ഞാൻ പറയാം, നേരത്തെ ഈ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ പന്തൽ സന്ദർശിച്ചുകൊണ്ട്, സമരകേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ എന്ന് പറഞ്ഞു. ഇതിൽ അധികാരത്തിൽ വന്നു, എത്ര രൂപ വർദ്ധിപ്പിച്ചു? മുനിസിപ്പൽ പ്രസിഡന്റ് ND ദിൽഷാദ് അധ്യക്ഷത വഹിച്ചു. MK ജയപ്രകാശ്, VK അനുരാജ്, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, TK അബ്ദുൽ ലത്തീഫ്, C ഉണ്ണികൃഷ്ണൻ, V ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ND ദിൽഷാദ് പ്രസിഡന്റ്, നാസർ ആഷിഖ്, V ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാർ, C ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, സേതുമാധവൻ, CT സുന്ദരൻ, പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറിമാർ, KK രാഗേഷ്, ട്രഷറർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർഷങ്ങൾക്ക് മുൻപ് മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ച് കാടുമൂടി നശിക്കുന്നു. മങ്കര കോട്ടായി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് നിരവധി വാഹനങ്ങൾ നശിച്ച് വഴിമുടക്കിയായി കിടക്കുന്നത്. വാഹനങ്ങൾ കാടുമൂടിയതുമൂലം ഇഴജന്തുക്കളുടെ താവള കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സമീപവാസികൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാലങ്ങളായി കിടന്ന് ദ്രവിച്ച് നശിക്കുന്ന വാഹനങ്ങൾ ബന്ധപ്പെട്ടവർ ഇടപെട്ട് മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. റോഡ് വീതി കൂട്ടുമ്പോഴും ഇത് തടസ്സമാകാൻ സാധ്യതയേറെയാണ്. കാലങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങൾ കേസിൽ കുടുങ്ങിയതോടെയാണ് ഇവ നശിക്കാൻ കാരണം. കേസിലകപ്പെട്ട വാഹനങ്ങൾ കേസുകൾ അതിവേഗം തീർപ്പാക്കിയില്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയൊടിച്ചുള്ള വാഹനങ്ങൾ കാലങ്ങളായി അനാഥമായി കിടന്ന് നശിക്കില്ലായിരുന്നു. പകുതി വിലയെങ്കിലും കിട്ടിയതിന് ഇരുമ്പ് തുരുമ്പായി മണ്ണോട് ചേർന്ന് ലയിക്കുന്നതുവരെ ഈ വാഹനങ്ങൾക്ക് പാതയോരത്ത് കിടക്കാനായിരിക്കും വിധി. ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. തകർച്ച നേരിട്ട 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഭാരം കൂടിയ വലിയ വാഹനങ്ങൾ അരുകു ചേർന്ന് കടന്നുപോയ സാഹചര്യത്തിലാണ് കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു ഭാഗം തകർന്നിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചയിലധികമായി ഈ തകർച്ച ഉണ്ടായിട്ട്. സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ഈ ഭാഗത്ത് മഴ പെയ്ത് കുതിർന്ന സാഹചര്യത്തിൽ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ പാതയുടെ വശം ഇടിഞ്ഞു താഴുകയായിരുന്നു. PWD പാതയിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് റോഡിന്റെ വശം താഴ്ന്നിരിക്കുന്നത്. അപകട മുന്നറിയിപ്പിനായി കല്ലുവെച്ച് റിബൺ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതേസമയം ആഴ്ചകൾ പിന്നിട്ടിട്ടും തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെ അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല. വാഹനങ്ങൾ സൈഡ് കൊടുത്തു പോകാനും ഇവിടെ പ്രയാസത്തിലാണ്. കവളപ്പാറ, ത്രാങ്ങാലി, കൂനത്തറ, ആര്യങ്കാവ് എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. നിരവധി സ്വകാര്യ ബസ്സുകളും ഇതുവഴി യാത്ര നടത്തുന്നുണ്ട്. മഴ കനക്കുന്നതോടെ കൂടുതൽ ഭാഗങ്ങൾ ഇടിയാനും ഇതേ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. ഇടിഞ്ഞ ഭാഗത്തെ തകർച്ച പരിഹരിക്കുകയും സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന ആവശ്യവുമാണ് വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഉന്നയിക്കാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളും അവരുടെ പിന്തുണയും ആ ഗവൺമെന്റിന് നൽകുകയുണ്ട്.
ആ ഗവൺമെന്റിനോട് ഇടതുപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി യാതൊരുവിധ വരുമാനവുമില്ലാതെ രാജ്യത്തെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വരുമാനമുണ്ടാകണം. അതിനാവശ്യമായ ഒരു തൊഴിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. ഏരിയ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി എം സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സുബ്രഹ്മണ്യൻ, സി ഗിരിജ, വില്ലേജ് സെക്രട്ടറി കെ വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും KSKTU പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി ചന്തപ്പുരയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ചന്താപരാക്ഷൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ചന്താപരാക്ഷൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഓഫീസുകൾക്കുമുണ്ട്, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കുമുണ്ട് സമരം നടത്താൻ തീരുമാനിച്ചു. 2004 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാർ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സർക്കാരാണ് നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 22 വർഷമായി. 2004 അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായത്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഞാൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് പറയാതെ പോയാൽ പലർക്കും ഇത് ഓർമ്മയുണ്ടാവില്ല. 2004 ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്നേ വരെ അധികാരത്തിലിരുന്ന BJP ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടിയില്ല. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല. യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രേംദാസൻ അധ്യക്ഷത വഹിച്ചു. CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, വിനീത K സുരേഷ്, പറളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ സ്വാഗതവും CPM തേനൂർ ലോക്കൽ സെക്രട്ടറി KT സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രവർത്തകർ പ്രകടനമായാണ് പ്രതിഷേധത്തിന് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. പോക്കുപടി മാട്ടുമ്മൽ താഴത്തേതിൽ 55-കാരനായ ഉസ്മാനാണ് മരണപ്പെട്ടത്. ഉസ്മാനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോക്കുപടി ജുമാ മസ്ജിദിന് മുന്നിൽ ബുധനാഴ്ച അതിരാവിലോടുകൂടിയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ പോക്കുപടി മാട്ടുമ്മൽ താഴത്തേതിൽ വീട്ടിൽ 55-കാരനായ ഉസ്മാനാണ് മരണപ്പെട്ടത്. കാറിലെത്തിയ ഉസ്മാൻ റോഡ് സൈഡിൽ നിർത്തി പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വാഹനം വന്നിടിച്ചത്. കാറിടിച്ചായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ ഉസ്മാനെ ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഉസ്മാനെ ഇടിച്ച വാഹനം നിർത്താതെ പോയി. ഈ വാഹനം കണ്ടെത്താൻ പട്ടാമ്പി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. പെരിന്തൽമണ്ണയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറി ബസ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ എറണാകുളം പള്ളുരുത്തി സ്വദേശി ജോർജ് ജോസഫാണ് മരിച്ചത്. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ജോർജ് ജോസഫിനെ 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇന്നലെ രാത്രി 10:50ഓടെയാണ് അപകടം നടന്നത്. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് മുൻപിലേക്ക് പെട്ടെന്നൊരു കാർ വന്നതോടെ വെട്ടിച്ചതിനെ തുടർന്ന് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. പരിക്കേറ്റവരെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേനാ സംഘം എത്തിയാണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെത്തിച്ചത്. കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ ബസ് ലോറി ഉപയോഗിച്ച് പുറകോട്ട് വലിച്ചാണ് ഡ്രൈവറെ പുറത്തെത്തിച്ചത്. അപകടത്തെ തുടർന്ന് മേഖലയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ DYFI ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചട്ടങ്ങളോ
മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ഈ നിയമനം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി ജെഡി ഓഫീസിൽ പരാതി നൽകിയിരുന്നു. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജെഡി ഓഫീസിൽ നിന്നും 7/4/2026 ഈ നിയമം റദ്ദ് ചെയ്യണമെന്ന് സൂചിപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് വന്നിരുന്നു. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി നാളിതുവരെയായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയെ അറിയിക്കാതെ കത്ത് പൂഴ്ത്തിവെച്ചു. 7/4/2026 ശേഷം ചേർന്ന ഒരു പഞ്ചായത്ത് യോഗത്തിലും ഈ കത്ത് അജണ്ടയായി വെച്ചില്ല. 17/4/2026 പഞ്ചായത്ത് സെക്രട്ടറി ജെഡി ഓഫീസിൽ നിന്ന് വന്ന കത്ത് പഞ്ചായത്ത് യോഗത്തിന്റെ അജണ്ടയിൽ വെച്ചു. പഞ്ചായത്ത് യോഗത്തിന്റെ അജണ്ടയിൽ വെച്ചു എന്ന് കാണിച്ച് ജെഡി ഓഫീസിനെ കത്തയച്ച് ജെഡി ഓഫീസിനെയും പറ്റിച്ചു. സെക്രട്ടറി തീർത്തും യുഡിഎഫുമായി ചേർന്ന് പഞ്ചായത്തിനുള്ളിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും യുഡിഎഫിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും യുഡിഎഫിന്റെയും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. MH അബ്ദുൾ സലാം, KB ബിനീഷ്, MS ഉദയ, PB സൈന, MA ഉഷാകുമാരി, CH ഷമീന, KK സാവിത്രി തുടങ്ങിയവരാണ് വാക്കൌട്ട് നടത്തിയത്. ഈ അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ അവിടുത്തെ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ JDA ഓഫീസിലേക്കും മറ്റനുബന്ധ സ്ഥാപനങ്ങളിലേക്കും പരാതി നൽകിയിട്ടുണ്ട്. ആ ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ JDA ഓഫീസിൽ നിന്നും മുള്ളൂർക്കര പഞ്ചായത്തിലേക്ക് 7/4/26 ഈ നിയമനം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വരികയുണ്ടായി. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി UDF ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ആ കത്ത് പൂർത്തിവെക്കുകയാണ് ചെയ്തത്. തുടർന്ന് 17/4/26 ഈ JDA ഓഫീസിൽ നിന്ന് വന്ന കത്ത് പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയായിട്ട് വെച്ചു എന്ന് പറഞ്ഞ് JDA ഓഫീസിലേക്ക് കത്തയച്ചു. ഇത് JDA ഓഫീസിനെയും പറ്റിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തത്. പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായിട്ട് അവിടെ രാഷ്ട്രീയം കളിക്കുന്ന സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ ഭാഗത്തുണ്ടാവും. ഈ നാട്ടിലെ യുവജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് UDFും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിച്ചു പോയത്. ഇതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ആലോചിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുവാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ വരവൂരിൽ കോഴിക്കൂട്ടിൽ കയറി കോഴിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. 6 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. വരവൂർ സ്വദേശി അലിയുടെ വീട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പ് പിടുത്തക്കാരൻ പ്രേംദാസ് വരവൂർ പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ആയതിനെ തുടർന്നാണ് രാജി. അടാട്ട് പഞ്ചായത്തിൽ ഒരുപാട് പദ്ധതി തുടങ്ങി വെച്ചിട്ടുണ്ടെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അനിൽ അക്കരെ പറഞ്ഞു. പുതിയ ചുമതലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും അനിൽ അക്കരെ വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റൊന്നും വേണമെന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ചാണ് തീരുമാനമെടുക്കുക. അപ്പോൾ ഇവിടെ 20 പേരുള്ള ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ നമ്മൾ 9 പേര്, 7 പേര് LDF, 4 പേര് BJP ആണ്. അപ്പോൾ അതൊരു ഭൂരിപക്ഷ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ എല്ലാവരും കൂട്ടായ തീരുമാനങ്ങളാണ്. ഈ വർഷത്തെ പദ്ധതികൾ അതുപോലെ തന്നെ അടുത്ത വർഷം തുടരാനിരിക്കുന്ന പദ്ധതികൾക്കൊക്കെ ഒരു അടിത്തറ ഞങ്ങൾ എല്ലാവരും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അടിത്തറ ക്ലിയർ ചെയ്യാൻ വേണ്ടോ? ഇപ്പോൾ നമ്മൾ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള 6 ഏക്കറിൽ ഫ്ലാറ്റിൻ്റെയും അതുപോലെ തന്നെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് അനുമതിയുടെ കാര്യത്തിൽ നോക്കിയാണ്. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും സോപ്പിറ്റും കമ്പോസ്റ്റ് പിറ്റുള്ള ശുചിത്വത്തിൻ്റെ പദ്ധതി, അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിച്ചു. ഗ്രാമവണ്ടി നമ്മളിന്ന് തീരുമാനമെടുത്തു. അതുപോലെ ഈ തെരുവ് നായകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പദ്ധതി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം നടപടിക്രമം പൂർത്തിയാക്കി 2026-2027 പ്ലാൻ അംഗീകാരം വാങ്ങി ഏതാണ്ട് 200ഓളം റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രധാനപ്പെട്ട തുടങ്ങി വെക്കേണ്ട ഒരു ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുമ്പോൾ അവസാനിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നത് മാത്രമാണ്. അത് പഞ്ചായത്തിൽ പ്രസിഡന്റ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. എല്ലാവരും കൂട്ടായ തീരുമാനമാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നെൽകൃഷി ശാസ്ത്രീയ വിളപരിപാലനം എന്ന വിഷയം അഞ്ജു K. ബേബി അവതരിപ്പിച്ചു. സ്ഥിരം സമിതി
ചെയർപേഴ്സൺമാരായ NM അബ്ദുൽ സലാം, M ലക്ഷ്മി, A സംഗീത എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ M അനശ്വര രാജ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി M ശ്യാമിനി നന്ദിയും പറഞ്ഞു. സർക്കാർ അംഗീകൃത ഫാമുകളിലെയും കാർഷിക കർമ്മസേനയുടെയും നടീൽ വസ്തുക്കൾ, മാവ്, പ്ലാവ്, റംബുട്ടാൻ, നടീൽ വസ്തുക്കൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ, ജൈവവളങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ഇഫ്കോയുടെ നാനോ ഫെർട്ടിലൈസറുകൾ എന്നിവ വിൽപ്പനയ്ക്കുണ്ട്. കാടുവെട്ട് മെഷീനുകൾ, മോട്ടോർ പമ്പ് സെറ്റുകൾ, റോക്കർ സ്പെയറുകൾ എന്നിവയുടെയും വിൽപ്പനയുണ്ടായിരിക്കും. പഞ്ചായത്തിലെ കർഷക സഭയും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തയുമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ, അതുപോലെ തന്നെ ചെടികൾ, ഫലവൃക്ഷ തൈകൾ, പിന്നെ നാടൻ വസ്തുക്കൾ, നാടൻ വിപണിയിൽ വരുന്ന എല്ലാ കർഷകർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും, മിഷനറികൾ എന്നിവ ചന്തയിൽ പ്രദർശനത്തിനും അതുപോലെ തന്നെ വാങ്ങുന്നതിനും വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാണിയംകുളം പഞ്ചായത്ത് ഹരിതാപമാക്കുക, ഈ കൃഷിയോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SSLCയിൽ സമ്പൂർണ്ണ വിജയം നേടിയ കോട്ടായി ഗവൺമെന്റ് സ്കൂളിനെ KPCC റിസർച്ച് ആൻഡ് പോളിസി ഡിവിഷന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു. കോട്ടായി പഞ്ചായത്ത് 10ാം വാർഡ് അംഗവും വികസനകാര്യ ചെയർപേഴ്സണുമായ V അംബിക കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു ടീച്ചർക്ക് നൽകിയാണ് ആദരിച്ചത്. ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി KC സുബ്രഹ്മണ്യൻ ചെയർമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി റിസർച്ച് ആൻഡ് പോളിസി ഡിവിഷൻ ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡ് 2026 കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമ്മാനിച്ചു. കോട്ടായി പഞ്ചായത്ത് 10ാം വാർഡ് അംഗവും വികസനകാര്യ ചെയർപേഴ്സണുമായ V അംബിക കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു ടീച്ചർക്ക് നൽകിയാണ് ആദരിച്ചത്. 100% വിജയം നേടിയതിനു പുറമെ സ്കൂളുകളിൽ ഇത്തവണ 19 ഫുൾ A+ നേടിയതിന് സ്കൂളിന്റെ അഭിമാന നേട്ടമായി. അവാർഡ് ദാന ചടങ്ങിൽ INTUC റീജിയണൽ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തരൂർ നിയോജക മണ്ഡലം മീഡിയ സെൽ കൺവീനർ MA മുരളീമോഹൻ, INTUC കോട്ടായി മണ്ഡലം പ്രസിഡന്റ് TA ഗംഗാധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KG മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് സോഫിയ ടീച്ചർ നന്ദി പറഞ്ഞു. ഒറ്റപ്പാലം നവോദയ സാംസ്കാരിക വേദി കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ നൽകുന്ന സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് 2 വൈകിട്ട് 3 കണിയമ്പുറം പിഷാരടി ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നടന്നു. ജോലിക്കിടയിലും നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളിലെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ രംഗത്ത് നവോദയ എന്ന് പറയുന്ന സാംസ്കാരിക വേദിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ഈ കഴിഞ്ഞ 4 വർഷക്കാലത്ത് അവർ വിവിധ മേഖലകളിൽ ഇത്തരം പുരസ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇനിയും അത് കുറച്ചുകൂടി ശക്തിയോടുകൂടി തൊഴിലുകളെ ലക്ഷ്യം 4 വർഷത്തെ പ്രായമായിട്ടുള്ളൂ. ഇനി ഒരുപാട് മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. NM നയീം അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MA നാസർ, നന്ദിനി മേനോൻ, DB രഘുനാഥ്, CV ജോസ്, മോഹനൻ വെള്ളിനേഴി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ EN സുരേഷ് ബാബു ചെയർമാൻ, S അജയ്കുമാർ, MR മുരളി, S കൃഷ്ണദാസ്, M ഹംസ, MK ജയസുധ വൈസ് ചെയർമാൻമാർ, മോഹൻ വെള്ളിനേഴി കൺവീനർ, CV ജോസ്, DB രഘുനാഥ്, നന്ദിനി മേനോൻ, MM നയീം, MA നാസർ ജോയിന്റ് കൺവീനർമാർ എന്നിങ്ങനെ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നിലവിൽ നേരിടുന്ന പ്രതിസന്ധികൾ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ധരിപ്പിച്ച് മെറ്റൽ ഇൻഡസ്ട്രീസ് നേതൃത്വത്തിലുള്ള സംഘം. അത്യാധുനിക രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. 2028 100ാം വർഷത്തിലേക്ക് കടക്കുന്ന കമ്പനിയുടെ മുഖച്ഛായ മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കമ്പനി അധികൃതർ. നിലവിലെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി മെറ്റൽ ഇൻഡസ്ട്രീസ് INTUC യൂണിയൻ പ്രസിഡന്റ് TH ഫിറോസ് ബാബു. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂൺ 6 പാലക്കാട്. CPMലെയും CPIയിലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിച്ചില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി. CPMന്റെ നേതൃത്വത്തിലെ തെറ്റായതും ധിക്കാരപരവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMFന് CPM അനുഭാവികളിൽ നിന്നുൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി. തൃശൂർ അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ബസ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു.
ഡ്രൈവർ എറണാകുളം പള്ളുരുത്തി സ്വദേശി ജോർജ് ജോസഫാണ് മരിച്ചത്. ഓങ്ങല്ലൂർ പോക്കുപടിയിൽ വാഹനമിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പോക്കുപടി മാട്ടുമ്മൽ താഴത്തേതിൽ 55 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. ഉസ്മാനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ തൊഴിലാളി നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KSKTU പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കൊളപ്പള്ളി മുതൽ SMB ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം. കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നതായി പരാതി. തകർച്ച നേരിട്ട് 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള P. മമ്മിക്കുട്ടി MLAയുടെ ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. മങ്കര കാളികാവ് കോട്ടായി റെയിൽവേ ഗേജിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹന യാത്രക്കാർ ദുരിതത്തിൽ. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചെളിക്കുളമായത്. പ്രദേശത്ത് ഇരുചക്ര വാഹന യാത്രക്കാരുടെ യാത്ര സാഹസികതയോടെ. ഒറ്റപ്പാലം വരോട് ബസ് സ്റ്റോപ്പിനോട് അടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണവും അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ച് കാടുമൂടിക്കിടക്കുന്നതായി പരാതി. നിരവധി വാഹനങ്ങൾ വഴിമുടക്കി കിടക്കുന്നതായും വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ താവളമായെന്നും ആക്ഷേപം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് DYFI. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.